നമുക്കറിയാം, നമ്മുടെ സൗരയൂഥത്തിൽ ഭൂമിയെയും ചേർത്ത് 8 ഗ്രഹങ്ങളുണ്ട്. ചൊവ്വ, ശനി, യുറാനസ് എന്നിങ്ങനെ. ഈ ഗ്രഹങ്ങളെക്കുറിച്ചൊന്നും അറിവില്ല എന്നൊന്ന് സങ്കല്പിക്കുക. കാരണം ആ ഗ്രഹങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗരയൂഥത്തിലെ ഏക ഗ്രഹം അത് ഭൂമിയായിരുന്നു. അങ്ങനെയെങ്കിൽ രാത്രി ഭൂമിയുടെ ആകാശം എങ്ങനെയായിരിക്കും? ഭൂമി എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? പിന്നെ മനുഷ്യർ എങ്ങനെ പരിണമിക്കും? നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ട്. ഈ 8 ഗ്രഹങ്ങളും ഭംഗിയുള്ളവയുമല്ല, കാണാൻ ഒരുപോലെയുള്ളവയുമല്ല. എങ്കിലും നമ്മൾക്ക് അവിടം വരെ ഒന്ന് പോയി വരാൻ വല്ലാത്ത ആഗ്രഹമാണ്. നമ്മിൽ നിന്ന് അവ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും ഭൂമിയിലെ ജീവിതത്തിന് അവ ഒരു പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവ ഒരിക്കലും നിലവിലില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സൗരയൂഥത്തിലെ ഓരോ ഗ്രഹവും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമിയുടെ വികാസത്തിനും ഇന്ന് ഭൂമിയെ സുരക്ഷിതമായി നിലനിർത്തുന്നതിലും സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ചു. ഉദാഹരണത്തിന്, ഓരോ ഗ്രഹത്തിൻ്റെയും സ്ഥാനമെടുക്കുക. അവയ്ക്കെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അതൊരിക്കലും ഒരു ആക്സിഡൻ്റലി സംഭവിച്ചതല്ല. അതുകൊണ്ട് തന്നെ വെൽ അറേഞ്ച്മെൻറ്റിലാണ് അവയെല്ലാം നിലനിൽക്കുന്നത്. നമ്മുടെ ഗ്രഹങ്ങൾ പരസ്പരം നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, ബുധനും ശുക്രനും ഇല്ലാതായാൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തായി നീങ്ങിപ്പോകും. അതുപോലെ തന്നെ വ്യാഴമോ ശനിയോ ഇല്ലാതായാൽ ഭൂമി സൂര്യനോട് അടുക്കുന്നതിന് പകരം ഭൂമി സൂര്യനിൽ നിന്നും കൂടുതൽ അകന്നു പോകും. ഇത് ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഗോൾഡിലോക്സ് സോൺ എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് ഭൂമിയുള്ളത്. അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥമാണ് ഗോൾഡിലോക്സ് സോൺ. ഇനി ഭൂമി സൂര്യന്റെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ഭൂമി ചൂടാകും. നമുക്ക് ആ ചൂടിനെ അതിജീവിക്കാൻ സാധ്യമല്ല. ഇനി ഭൂമി സൂര്യനിൽ നിന്ന് വളരെ ദൂരെ എത്തുകയാണെങ്കിൽ അത്രയും താപനില കുറയും. അപ്പോഴും ജീവൻ അതിജീവിക്കുക എന്നത് വളരെ ദുഷ്കരമായിരിക്കും. അത്രയ്ക്ക് കൊടും തണുപ്പായിരിക്കും ഭൂമിയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗരയൂഥത്തിലെ ഭൂമിയുടെ സ്ഥാനം ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ ഗ്രഹത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നു. ഇത് നമ്മുടെ ഋതുക്കളെയും നമ്മുടെ ദിവസങ്ങളുടെ ദൈർഘ്യത്തെയും നമ്മുടെ വർഷത്തിന്റെ ദൈർഘ്യത്തെയും ബാധിക്കുന്നു. ഇനി ടോപ്പിക്കിലോട്ട് വന്നാൽ, നമ്മുടെ സൗരയൂഥത്തിലെ ഏക ഗ്രഹം ഭൂമി ആയതിനാൽ അത് എവിടെ അവസാനിക്കുമെന്ന് പറയാനാവില്ല. ഒന്നുകിൽ യുറാനസും നെപ്റ്റ്യൂണും ഉള്ളിടത്ത്, അല്ലെങ്കിൽ ബുധനും ശുക്രനും ഉള്ളിടത്ത് ഭൂമി ഉണ്ടാകാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് ഗ്രഹങ്ങളൊന്നും നമ്മെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം വളരെ വ്യത്യസ്തമായിരിക്കും. മറ്റു ഗ്രഹങ്ങളില്ലെന്ന് പറയുമ്പോൾ ഉപഗ്രഹങ്ങളും ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഭൂമിയിലെ വേലിയേറ്റങ്ങൾക്ക് നമ്മുടെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കാരണമാകുന്നു. അതില്ലാതെ നമ്മുടെ ജലം നിശ്ചലമായി തുടരും. സമുദ്രങ്ങൾ ഉയരുകയോ താഴുകയോ ചെയ്യില്ല. അവർ എവിടെയായിരുന്നോ അവിടെ തന്നെ തുടരും. ചിലപ്പോൾ മുഴുവൻ ഗ്രഹവും വെള്ളത്താൽ മൂടപ്പെടാം. അതിനാൽ നമുക്കറിയാവുന്ന പോലെ മറ്റു ഗ്രഹങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി തന്നെ ഉണ്ടാകില്ല. മനുഷ്യർ ജീവിച്ചിരിക്കാൻ സാധ്യതയേയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായാൽ എന്തു ചെയ്യും നമ്മൾ? അങ്ങനെയെങ്കിൽ എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ ഭൂമി അക്രമാസക്തമായി സഞ്ചരിക്കും. അതിനു പുറമെ ചിഹ്നഗ്രഹങ്ങൾ നിരന്തരം ആക്രമിക്കും. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹവും ഭൂമിയിലെ ജീവന് അത്യാവശ്യമാണ്. അതിനാൽ ഒരു ഗ്രഹം പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ നിരവധി പ്രശ്നങ്ങൾ അതിനോടൊപ്പം ഉണ്ടാകും. ഭൂമിയെ സുരക്ഷിതമായി നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന 2 ഗ്രഹങ്ങളുണ്ട്. ഒന്ന് വ്യാഴവും മറ്റൊന്ന് ശനിയും. ഭൂമിയുടെ നേർക്കു വരുന്ന ചിഹ്നഗ്രഹങ്ങളെ ഈ ഗ്രഹങ്ങൾ അതിൻ്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് വലിച്ചെടുക്കുന്നു. സൗരയൂഥത്തിലുടനീളം ഭൂമിയെ കൊല്ലാൻ ശ്രമിക്കുന്ന കോടിക്കണക്കിന് ചിഹ്നഗ്രഹങ്ങളുണ്ട്. ഭാഗ്യവശാൽ ഇവയൊന്നും നമ്മെ സ്പർശിക്കുന്നില്ല. വ്യാഴത്തിനും ശനിക്കും നന്ദി പറഞ്ഞേ മതിയാകൂ. ഈ 2 ഗ്രഹങ്ങളും വളരെ മികച്ച ജോലിയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ ഗ്രഹങ്ങൾ ഇല്ലാതായാൽ നിരന്തരം ചിഹ്നഗ്രഹങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചു. ഇത് മുഴുവൻ ദിനോസറുകളെയും ഇല്ലാതാക്കി. പക്ഷേ ഭാഗ്യവശാൽ
ഇതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വലിയ പ്രപഞ്ചത്തിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ചെറിയ സ്ഥലത്താണ് ഭൂമിയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ആശ്വസിക്കാം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഭൂമിയിൽ ഒരു 5 മിനിറ്റ് ഓക്സിജൻ ഇല്ലാതായാൽ നമ്മൾ എന്ത് ചെയ്യും എന്നതിനെ പറ്റിയാണ്.